ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വിളയിൽ എളഞ്ചിരിക്കൽ അയ്യപ്പ ക്ഷേത്രത്തിലാട്ടോ നിൽക്കുന്നത്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു എന്നിട്ട് സ്വാമിയേ ശരണമയ്യപ്പ. വാവൂർ സ്വാമിയുടെ സഹോദരങ്ങളും അയ്യപ്പന്മാരും ഒരുമിച്ചു സംഗമിക്കുന്ന ഒരു സുന്ദര നിമിഷം. ആ മനോഹരമായ കാഴ്ച കണ്ട ആ അമ്പലത്തിന്റെ മുറ്റത്താണ് നിൽക്കുന്നത്. ഇവിടെ വെച്ചായിരുന്നു യത്തീംഖാനിലെ കുട്ടികൾക്ക് അവർ ഭക്ഷണം കൊടുത്തോ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിൽ ഈ അമ്പല കമ്മിറ്റിക്കാർ മൊത്തം ഉണ്ട്. ഹായ്, നമസ്കാരം. എന്താ സുഖല്ലേ? എങ്ങനെയൊക്കെ ഉണ്ട്? ഉഷാറില്ല പരിപാടിയൊക്കെ? നമ്മളെ പിന്നെ അഖണ്ഡനാമൊക്കെ കഴിഞ്ഞല്ലേ? പിന്നെ ഇത് കാലങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ? അതെ, ഞങ്ങൾ സൗഹൃദമായിട്ട് വർഷങ്ങളായിട്ട്. കാരണം അമ്പലത്തിലെ പരിപാടി ഉണ്ടാകുമ്പോൾ യത്തീംഖാനിൽ അവർ മാറ്റി വയ്ക്കും, ഇവിടെ പരിപാടി ഉണ്ടാകുമ്പോൾ അവർ മാറ്റി വയ്ക്കും. ഇത് തന്നെ അവർ ഞായറാഴ്ച ഒരു ഗംഭീര പരിപാടി, 2 ദിവസത്തെ പരിപാടി അവരത് മാറ്റി വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട്. അതുപോലെ പല പരിപാടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗഹൃദ രൂപത്തിലാണ് പോകുന്നത്. നമ്മളെല്ലാവരും ഒന്നാണ്, ഒരേ അമ്മയുടെ മക്കളാണ് നമ്മളെല്ലാവരും. വിവിധ രീതിയിലുള്ള ജീവിത രീതി അനുഷ്ഠിക്കേണ്ടതെന്നല്ലാതെ കണ്ട് നമ്മൾ ഒന്നാണ് എന്നുള്ളൊരു മനോഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ആവശ്യമാണ്. എന്നാൽ തന്നെ നമ്മളെ ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരുമിച്ച് സഹോദര മനോഭാവത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. അത് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഒരുമിച്ച് ഇങ്ങോട്ട് വിളിച്ചത്. ഇങ്ങനെയുള്ള ഒരു മത സൗഹാർദ്ദ കൂട്ടായ്മ ഉണ്ടായാൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഭാരതത്തിൽ ജീവിക്കണമല്ലോ. അത് എല്ലാവരും ഒരുമിച്ച് ജീവിക്കാനും എല്ലാവർക്കും സൗഹൃദ മനോഭാവത്തോടു കൂടി ജീവിക്കാനും തമ്മിൽ വൈരാഗ്യവും മറ്റു തരത്തിലുള്ള വിദ്വേഷങ്ങളൊന്നും ഇല്ലാതെ കണ്ട് നല്ല സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാതൃകയായിട്ടാണ്. നമ്മളെ അമ്പലം പിന്നെ പള്ളിയും അല്ലെങ്കിൽ പിന്നെ യത്തീംഖാനയൊക്കെ ഒരുമിച്ചാണല്ലോ അല്ലേ? ഒരുമിച്ചിട്ടല്ലേ? എല്ലാവരും ഒരുപോലെയാണ്. മനുഷ്യന്റെ മനസ്സ് നന്നാവാനാണ് അമ്പലവും പള്ളിയും അതുപോലെ തന്നെ മറ്റ് ദേവാലയങ്ങളും ഉണ്ടാവേണ്ടത്. അതെ അതെ. അപ്പം അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ എല്ലാവരും ഒന്നായിട്ട് കാണണം എന്നുള്ളതാണ് അയ്യപ്പൻ്റെ ആ തത്വം തന്നെ. ഇപ്പം നമ്മളിവിടെ എന്തെങ്കിലും ഒരു വിശേഷ ചടങ്ങുണ്ടാകുമ്പോൾ നമ്മൾ അവരോട് വരാൻ പറയും. അവിടെ എന്തെങ്കിലും പ്രത്യേക പരിപാടി ഉണ്ടെങ്കിൽ ഇവിടുത്തെ കമ്മിറ്റിക്കാരെയും അവർ ക്ഷണിക്കും. നിങ്ങൾ ഈ കാണുന്ന കസേരയൊക്കെ എത്തിങ്ങനെ കസേരകളാണ്. നമ്മൾ പോയിട്ട് അവരോട് ആവശ്യപ്പെട്ട അവർ നമുക്ക് തരും. പ്രാവശ്യത്തെ അഖണ്ഡനാമം അഭൂതപൂർവമായ ജനപങ്കാളിത്തം കൊണ്ടും മതേതര സ്വഭാവത്തോടു കൂടി യത്തീംഖാനയിലത്തെ കുട്ടികളുടെ സാന്നിധ്യം കൊണ്ടും വളരെയധികം സ്മരണീയമായിരുന്നു. എല്ലാ പ്രാവശ്യവും അവർ ഒരു ദിവസത്തെ ഭക്ഷണം യത്തീംഖാന കുട്ടികൾക്ക് അവർ തരുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം അവർ നമ്മളവിടെ പരിപാടി ഉണ്ടായപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വന്ന് കഴിച്ചോളാൻ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ 100% ഓക്കെയാണ്, നമ്മൾ കഴിച്ചോളാം.